എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് കൂടുതൽ സ്നേഹവും കെയറും നിങ്ങൾക്ക് ലഭിക്കും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ഏറ്റവും നന്നായി സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തിയെ മറ്റാരും സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്നേഹിക്കുന്നു. ആ വ്യക്തിയെ മറ്റാരും പരിഗണിക്കാത്തതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പരിഗണിക്കുന്നു. പക്ഷേ തിരിച്ചത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ദുഃഖവും അതുതന്നെയാണ്. തിരിച്ച് ആ സ്നേഹം ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്നേഹം നിങ്ങൾക്ക് എന്ന് തിരിച്ചു കിട്ടും? നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് ആ സ്നേഹം തിരിച്ചു കിട്ടാനാണ്. പക്ഷെ തിരിച്ചു കിട്ടുന്നില്ല. ഏത് സാഹചര്യത്തിൽ, ഏത് വിധേയനെ നിങ്ങൾക്ക് ആ സ്നേഹം തിരിച്ചു ലഭിക്കും? നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു വേദനയായിട്ട് മാറുകയാണ്. ആ വ്യക്തിയെ നിങ്ങൾ കെയർ ചെയ്യുന്നത് പോലെ മറ്റാരും കെയർ ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ തിരിച്ചാ വ്യക്തി സ്നേഹിക്കുന്നില്ല. അതാണ് നിങ്ങളെ ദുഃഖിപ്പിക്കുന്നത്. തിരിച്ചാ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം മനസ്സിൽ ഉണ്ട്. ആ ദുഃഖം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാവുന്നതിലപ്പുറത്താണ് പലപ്പോഴും. എപ്പോഴായിരിക്കും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുക? ആ വ്യക്തിയുടെ ഇഷ്ടം കൂടുതലായിട്ട് ലഭിക്കാൻ നിങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഇഷ്ടം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ആ വ്യക്തിയുടെ സ്നേഹം, ഇഷ്ടം, കെയർ, അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് അലയുന്നുണ്ട്. പക്ഷേ അത് ലഭിക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖവും തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് എൻ്റെ വ്യക്തി എന്നെ ഇഷ്ടപ്പെടുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ വ്യക്തി എന്നെ ഉൾക്കൊള്ളുന്നില്ല? നിങ്ങൾ നൽകുന്ന സ്നേഹം തിരിച്ചു കിട്ടാതെ ആകുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നുന്നുണ്ട്. ആ വ്യക്തി എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങളെ പരിഗണിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി പരിഗണിക്കാതെ പോകുമ്പോൾ നിങ്ങൾക്കത് ദുഃഖമായിട്ട് തന്നെ മാറുകയാണ്. എന്നായിരിക്കും ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കുക? എന്നായിരിക്കും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുക? എത്രയോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ആ വ്യക്തി നിങ്ങളെ ഒന്ന് പരിഗണിച്ചെങ്കിലെന്ന്. ആ വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താനും കഴിയുന്നില്ല. കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമാണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം ആ വ്യക്തിയുടെ ഇഷ്ടം അത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ നൽകിയ സ്നേഹവും കെയറും പരിഗണനയൊന്നും തിരിച്ചു കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് വെറും കൈയോടെ തിരിച്ചു പോരാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ ഒഴിവാക്കി പോരാൻ കഴിയുന്നില്ല. ഈ വ്യക്തി സ്നേഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഒഴിവാക്കാനേ കഴിയുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തി അത്രത്തോളം സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഒരിക്കലും നിങ്ങളെ തനിച്ചാക്കി പോകാൻ ആ വ്യക്തിക്കോ ഒന്നും കഴിയാത്ത രീതിയിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകുകയാണ്. ആ മാറ്റം നിങ്ങൾക്കിനി കാണാൻ കഴിയും. എത്രത്തോളം ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കാതിരുന്നോ, അതിന് എത്രത്തോളം ദുഃഖം നിങ്ങൾക്കുണ്ടായോ, അതിനെല്ലാം ഒരു ശമനം വരികയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടേത് മാത്രമാകുകയാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്ത്, എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ യഥാവിധി തിരിച്ചു കിട്ടുന്നു. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് യഥാവിധി തിരിച്ചു കിട്ടുന്നൊരു ഘട്ടത്തിലേക്ക് എത്തുന്നു. ആർക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് തടയാൻ കഴിയില്ല. ഇനി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കേണ്ടി വരികയാണ്. ആ വ്യക്തിയുടെ സ്നേഹം
ഇനി മറ്റൊരിടത്തേക്കും പോകില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കെയറും സ്നേഹവും, ഇത്രയും കാലം ആ വ്യക്തി നിങ്ങൾക്ക് നൽകാതിരുന്ന കെയറും സ്നേഹവും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സന്തോഷമുണ്ടാകും, നിങ്ങളുടെ മനസ്സിൽ ചിരി വിടരും, നിങ്ങളുടെ മനസ്സിനെയും ഒക്കെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തും. നിങ്ങൾ കാത്തിരുന്നതാണ് ഒരുപാട് ഇത് കാണുവാനായിട്ട്. നിങ്ങൾ കാത്തിരുന്ന ആ കാര്യം വരികയായി. നിങ്ങളുടെ മനസ്സ് ഒരുപാട് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി തേടിയിരുന്നു. അത് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയൊക്കെ കൂടുതൽ കൂടുതൽ സന്തോഷിപ്പിക്കും. ആ കെയർ നിങ്ങൾക്ക് ആവശ്യമാണ്. ആ കെയർ മറ്റൊരിടത്തേക്ക് പോയാൽ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. ആ കെയർ കിട്ടാതിരുന്നാൽ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. ഇപ്പോൾ ആ കെയർ നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നു. നിങ്ങളെ തന്നെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്കൊപ്പം ചേർന്ന് തന്നെ ആ വ്യക്തി മുന്നോട്ട് പോകുന്നു. നിങ്ങളെന്താണോ ആഗ്രഹിച്ചത് അത് യഥാവിധി സാധിക്കുന്നു. നിങ്ങളുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്നു. ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ നോക്കിയോ, ആരൊക്കെ നിങ്ങളുടെ സ്നേഹം ആ വ്യക്തി തിരസ്കരിക്കുന്നത് നോക്കി നിന്നോ, അവർക്ക് തിരിച്ചടിയും നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിക്കുകയും ചെയ്യുന്നു. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ആ വ്യക്തി നിങ്ങളുടേതാകുന്നു. നഷ്ടപ്പെട്ട കെയർ യഥാവിധി തിരിച്ചു കിട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെത്തുന്നു. അത് നിങ്ങളുടെ ഒരു സൗഭാഗ്യമാണ്. ഇനി ആർക്കും അത് തടയാൻ കഴിയില്ല. നിങ്ങൾ ആ വ്യക്തിയും തമ്മിൽ ഇഷ്ടത്തിലാകുന്നത് നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് പലർക്കും ഇഷ്ടമില്ലാത്ത ഒന്നായിരുന്നു. അവർ അത് തടയാൻ ശ്രമിച്ചു, അവരത് പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെയൊന്നും നിങ്ങൾക്ക് പരാജയം ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടേതാകുന്നു. ആ വ്യക്തിയുടെ കെയറും ആ വ്യക്തിയുടെ നല്ല പരിചരണമൊക്കെ നിങ്ങൾക്ക് ലഭിക്കരുത് എന്ന് ആഗ്രഹിച്ച ഒരാൾക്കാരുണ്ട്. അവരാണ് പരാജയപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വ്യക്തിയെ ലഭിക്കുകയാണ്. ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചവരാരായാലും അവർക്ക് ഇനി അതിൽ വിജയിക്കാൻ കഴിയില്ല. ഇനി അവർക്കതിൽ അല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ വ്യക്തി എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തുന്നു. തടസ്സങ്ങളില്ല. ഇനി നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ജീവിതത്തിൽ ഇനി തടസ്സങ്ങളില്ല. തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ വ്യക്തിക്കും കഴിയുന്നു. ഒരുപാട് കാലം നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ട് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് എത്താൻ. അതിൻ്റെ ഫലം ലഭിക്കുകയാണ്. അസൂയക്കാരും പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ചവരും ഒക്കെ പല പ്രവർത്തനങ്ങളും ഇതിനകം തന്നെ നടത്തി. പക്ഷെ അതൊക്കെ പരാജയപ്പെട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കുകയാണ്. നിങ്ങൾക്കത് നേരിട്ട് കാണാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.